ഹായ്, വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ രാജ്യം, സംസ്ഥാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ആവേശത്തോട് ഇഞ്ചോടിഞ്ഞ് നീങ്ങുന്ന മണിക്കൂറുകൾ, ദിവസങ്ങളാണ്. അപ്പോൾ ഇന്ന് വാർത്തയിലേക്ക് പ്രധാനമായി വന്നാൽ വിജയകുമാർ, ഭരണഘടനാ സ്ഥാപനങ്ങൾ വാർത്തയിൽ നിറഞ്ഞ ദിവസമാണ്. സുപ്രീം കോടതിയും ഒക്കെ ആയിരുന്നു ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പ് വാർത്തകളെ നിയന്ത്രിച്ചത് എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ പറ്റുന്ന അത് ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ട് ചെക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തകളെ നിയന്ത്രിക്കാൻ നിങ്ങൾ പോകണ്ട കേന്ദ്രത്തോട് പറഞ്ഞു. കനത്ത താക്കീത്. ആ വിജ്ഞാപനത്തിൽ ഒറ്റ ദിവസം ആയുസായി 24 മണിക്കൂർ കൊണ്ട് ആ വിജ്ഞാപനം സ്റ്റേ ചെയ്തു. അങ്ങനെ അത് കോടതിയുടെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. അതോടൊപ്പം തന്നെ എന്താണ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനം അത് സ്റ്റേ ചെയ്തില്ല എന്നൊരു ആശ്വാസമുണ്ട് കേന്ദ്രത്തിന്. ഒപ്പം ഈ എന്താണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി കൂട്ടാൻ അനുവാദം കൊടുത്തു. കമ്മീഷൻ അനുവാദത്തോട് കൂടി തന്നെ കൂട്ടാമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ, വിജ്ഞാപനം വന്ന സാഹചര്യത്തിൽ പൗരന്മാർക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രകൃതി സന്ദേശം നിർത്തിക്കോ. പ്രധാനമന്ത്രിയുടെ പ്രത്യേക അഭ്യർത്ഥന അത് തൽക്കാലം വേണ്ട, ഇവിടെ കൊണ്ട് അവസാനം. പക്ഷെ അത് എല്ലാവരിലേക്കും എത്തിച്ചിരുന്നു തോന്നുന്നു. ഓൾമോസ്റ്റ് വളരെ സജീവമായി ഫോണിൽ വന്നതല്ലേ? എനിക്ക് ഭാരത് സമ്പർക്ക് എന്ന് പറയുന്നത്, വികസിത ഭാരത് സമ്പർക്ക് എന്ന് പറയുന്ന. അതെ അതെ അതെ. പിന്നെ കടമെടുപ്പ് രീതിയിൽ വീറും വാശിയുള്ള വാദങ്ങൾ ഇന്നും തുടർന്നു. അപ്പൊ അങ്ങനെ കോടതിക്കകത്ത് മാത്രമല്ല, കോടതിക്ക് പുറത്തൊക്കെ ചൂടോട് ചൂടാണ്. അപ്പൊ നമ്മൾ തുടങ്ങുകയാണ്. എന്താണ് ഇലക്ഷൻ സ്റ്റണ്ടിലേക്ക് ഇലക്ഷൻ സ്റ്റണ്ട്. സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഏറ്റവും ചൂടുള്ള തെരഞ്ഞെടുപ്പ് വാർത്ത, അത് നേരത്തെ ഞങ്ങൾ സൂചിപ്പിച്ചത് തന്നെയായിരുന്നു. സുപ്രീം കോടതിയും അതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഈ വാർത്താ ദിവസത്തെ തെരഞ്ഞെടുപ്പ് വാർത്തയെ സ്വാധീനിച്ച ഒരു പ്രധാനപ്പെട്ട ദിവസം തന്നെയായിരുന്നു. അത് സുപ്രീം കോടതി ചില പ്രധാനപ്പെട്ട ഉത്തരവുകൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചില പ്രധാനപ്പെട്ട ഉത്തരവുകൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചില ഇളവുകൾ, അങ്ങനെ സമ്പന്നമായ വാർത്താ ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ഇലക്ഷൻ ഹോട്ട്. അപ്പോൾ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ തലങ്ങും വിലങ്ങും ആടി ഒരു വശത്ത്, പിന്നെ പേരിനൊരു തലോടൽ ഒരു വശമുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നമ്മൾ ആദ്യം പറഞ്ഞാണ് ഫാക്ട് ചെക്ക് എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനങ്ങളെ വാർത്തകളൊക്കെ ഇടാനാണ് എന്ന് മാധ്യമ നിരീക്ഷകരൊക്കെ നിരീക്ഷിച്ച, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ വരുന്ന വാർത്തകൾക്ക് തടയിടാനുള്ള നീക്കമായി കരുതിയ ആ ഫാക്ട് ചെക്ക് വിജ്ഞാപനത്തിൽ സുപ്രീം കോടതി തടയിട്ടതാണ് ഒന്നാമത്തെ അടി. രണ്ടാമത്തെ അടി നേരത്തെ പറയുന്നത് പോലെ വിജ്ഞാപനം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ഈ പറഞ്ഞ കേന്ദ്ര സർക്കാർ സന്ദേശം പൗരന്മാർക്ക് അയക്കേണ്ട എന്ന് പറയുന്നു ഇലക്ഷൻ കമ്മീഷൻ. അതോടൊപ്പം നേരത്തെ ചുരുക്കത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം, തല്ലിയും തലോടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും സുപ്രീം കോടതിയും. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ഇന്റർനെറ്റ് ഉള്ളടക്കവും വാർത്തകളും വസ്തുതാ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയെ ചുമതലപ്പെടുത്തി പുറപ്പെടുവിച്ച വിജ്ഞാപനം സുപ്രീം കോടതി തടഞ്ഞത് കേന്ദ്രത്തിന് വലിയ പ്രഹരമായി. ഫാക്ട് ചെക്ക് യൂണിറ്റ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള ഒരു നീക്കമെന്ന നിലയിൽ വിമർശിക്കപ്പെട്ടിരുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നുകയറാനുള്ള നീക്കമെന്നാണ് കോടതി നിരീക്ഷണം. വിജ്ഞാപനം ഇറങ്ങി 48 മണിക്കൂറിനിടെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് അതിലിടപെട്ട് തടഞ്ഞത് അപ്രതീക്ഷിത തിരിച്ചടിയായി മാറി കേന്ദ്രത്തിനും BJPക്കും. കേന്ദ്ര സർക്കാരിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ഇന്ന് അടികിട്ടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസിത് ഭാരത് സമ്പർക്ക് സന്ദേശ് എന്ന വാട്സാപ്പ് പ്രചാരണം വിലക്കി. പെരുമാറ്റച്ചട്ട ലംഘനം ചൂണ്ടിക്കാട്ടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി. ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിക്കാണ് കമ്മീഷൻ ഈ നിർദ്ദേശം നൽകിയത്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച കഴിഞ്ഞ ശനിയാഴ്ച രാവിലെയാണ് വോട്ടർമാർക്ക് പ്രധാനമന്ത്രി തുറന്ന കത്തയച്ചത്. ഭരണ നേട്ടങ്ങളും നിയമനിർമ്മാണങ്ങളും ചൂണ്ടിക്കാട്ടിയായിരുന്നു കത്ത്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം സുപ്രീംകോടതി തള്ളിയത് കേന്ദ്രത്തിന് ആശ്വാസമായി. നിയമനിർമ്മാണത്തെ എന്തിനെതിർക്കണമെന്ന് ഹർജിക്കാരോട് കോടതി ചോദിച്ചു. നേരത്തെ കോടതി ഇടപെട്ടത് നിയമം നിലവിൽ വരാതിരുന്ന സാഹചര്യത്തിലാണ്. ഇപ്പോൾ അതല്ല അവസ്ഥയെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. കോൺഗ്രസ് നേതാവ് ജയ ഠാക്കൂർ ഉൾപ്പെടെയുള്ളവരാണ് കോടതിയെ സമീപിച്ചത്. 2 കമ്മീഷണർമാരെ നിയമിച്ച രീതി ചോദ്യം ചെയ്തായിരുന്നു ഹർജി. പ്രധാനമന്ത്രിയുടെ വാട്സാപ്പ് സന്ദേശം വിലക്കിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തൊഴിലുറപ്പ് കൂലി കൂട്ടാൻ കേന്ദ്രത്തിന് അനുമതി നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് കേന്ദ്ര നീക്കം. പെരുമാറ്റച്ചട്ടം ബാധകമാക്കരുത് എന്നാവശ്യപ്പെട്ട് ഗ്രാമവികസന മന്ത്രാലയമാണ് കമ്മീഷനെ സമീപിച്ചത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടെ തൊഴിലാളികൾക്ക് ഏപ്രിൽ 1 മുതൽ കൂടിയ കൂലി കിട്ടും. പുതിയ വിജ്ഞാപനം ഉടനിറങ്ങും. വോട്ടർമാരെ സ്വാധീനിക്കാൻ ഉള്ള നീക്കമെന്ന വിമർശനം പ്രതിപക്ഷം ഇതിനോടകം തന്നെ ഉയർത്തിക്കഴിഞ്ഞു. സുപ്രീംകോടതിയുടെ കടുത്ത നിലപാടിന് പിന്നാലെ ഇലക്ടറൽ ബോണ്ട് കേസിൽ SBI സുപ്രീംകോടതിയിൽ മുഴുവൻ വിവരങ്ങളും കൈമാറി. ബോണ്ടുകളുടെ സീരിയൽ നമ്പറുകളും ഇതോടെ കോടതിയിലെത്തി. SBI ആദ്യം നൽകിയ വിവരങ്ങൾ അപൂർണമെന്ന വിമർശനം കോടതി ഉയർത്തിയതോടെയാണ് മുഴുവൻ വിവരങ്ങളും നൽകാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിർബന്ധിതരായത്. തെരഞ്ഞെടുപ്പ് കാലത്ത് നിർണായക ഇടപെടൽ കോടതിയിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും ഇനിയും പ്രതീക്ഷിക്കാം. ഇലക്ഷൻ ഡെസ്ക് 24.
ബിജുമോൻ, ഇപ്പോൾ പല വാർത്തകളും ഇപ്പോൾ എന്താണ് കേന്ദ്ര സർക്കാർ സോഴ്സുകളെ ഉദ്ധരിച്ച് വരാറുണ്ട്. അതെ. ഇപ്പോൾ അവരാരും ബൈറ്റ് തരില്ല. അപ്പോൾ അത് സർക്കാരിനെതിരാണെന്നുണ്ടെങ്കിൽ സർക്കാരിന് തീരുമാനിച്ച് അത് വ്യാജ വാർത്തയാണ്, ഫേക്ക് വാർത്തയാണെന്ന് ഫ്ലാഗ് ചെയ്യാം, അങ്ങനെ ഇല്ലാതാക്കാം എന്നൊക്കെയായിരുന്നു വാദം. ഫേക്ക് ആര് തീരുമാനിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം എന്ന് കോടതി ചോദിക്കുന്നത്. ആണ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെതായിട്ടുള്ള ഒരു സംവിധാനം സർക്കാരിനെതിരെ വരുന്ന വാർത്തകൾ ഫേക്കാണ് തീരുമാനിച്ച അത്രേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ചൂണ്ടിക്കാണിക്കായിരുന്നു. നീക്കമായിരുന്നു. എന്തായാലും അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റം എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതി അതിന് 24 മണിക്കൂർ മാത്രമേ ആയുസ് കൊടുത്തുള്ളൂ. സുപ്രീം കോടതി ആ ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുന്നു. അപ്പോൾ തൽക്കാലം തെരഞ്ഞെടുപ്പ് കാലത്ത് കേന്ദ്ര സർക്കാരിന് ഇനി വാർത്തകളിൽ ആ നിലയ്ക്കുള്ള പിൻവാതിൽ ഇടപെടലിന് സാധ്യത അവസരമുണ്ടാവില്ല. അത് മാത്രമല്ല, ഇപ്പം നമ്മുടെ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 100-ൽ 150-ലേക്കും അതിൽ താഴോട്ടൊക്കെ പോകുന്ന സാഹചര്യത്തിൽ സുപ്രീം കോടതി ഇടപെടലിന് വലിയ മാധ്യമ മേഖലയ്ക്ക് വലിയ ആശ്വാസമാണെന്ന് ഉറപ്പായും പറയാം. വിവരങ്ങൾ അറിയാനുള്ള ജനങ്ങളുടെ അവകാശത്തിന്മേൽ ഇടപെടാൻ തൽക്കാലം ആർക്കും കഴിയില്ല എന്ന ഒരിക്കൽ കൂടി ഇടക്കാല സ്റ്റേ ഉത്തരവിലൂടെ പരമോന്നത കോടതി വ്യക്തമാക്കി എന്നത് ഒരു വലിയ സന്തോഷം തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത്, നമ്മൾ ഓരോ ദിവസവും ഓരോ മണ്ഡലം എടുക്കാറുണ്ട്. ആ മണ്ഡലത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കാറുണ്ട്. മണ്ഡലത്തെ പരിചയപ്പെടുത്തലാണ് മണ്ഡല പരിചയം. അപ്പോൾ നമ്മൾ പോകുന്നത് ആറ്റിങ്ങലിലേക്കാണ്. അറിയാമല്ലോ, ആറ്റിങ്ങലിന് വലിയ ചരിത്രമുണ്ട്. 1721 140 ബ്രിട്ടീഷ് സൈനികരെ വധിച്ച് ആറ്റിങ്ങൽ കോട്ട നിലനിർത്തിയ പിടിച്ചെടുത്ത ആ മണ്ണിലേക്ക് ജനാധിപത്യത്തിന്റെ പോരാട്ടം എത്തുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയ കാഴ്ചകൾ എന്താണ് എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതിശക്തമായ പോരാട്ടം അവിടെ നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആ മണ്ഡലം LDF-ന് ഏതുവിധേനം തിരിച്ചു പിടിച്ചേ മതിയാവുകയുള്ളൂ, UDF-ന് നിലനിർത്തിയേ മതിയാവുകയുള്ളൂ, BJP-ക്ക് അത് പ്രസ്റ്റീജിയസ് പോരാട്ടമാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഈ പറയുന്ന ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചൂടേറിയ അല്ലെങ്കിൽ തീവാറും പോരാട്ടം നടക്കുന്ന ഒരു ടോപ്പ് 3 മണ്ഡലങ്ങൾ നോക്കിയാൽ അതിലൊന്ന് ആറ്റിങ്ങൽ ഉറപ്പായുമാണ്. ആറ്റിങ്ങൽ ഈസ് അൺപ്രഡിക്റ്റബിൾ. കായലും അറബിക്കടലും ഇഴചേരുന്ന മുതലപ്പൊഴി പോലെ തന്നെ കേന്ദ്രമന്ത്രിയും MP-യും MLA-യും തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഏറ്റുമുട്ടുന്ന ഗ്ലാമർ മണ്ഡലമാണ് ആറ്റിങ്ങൽ. ചരിത്രം ചുകഞ്ഞാൽ 91-ന് ശേഷം ആറ്റിങ്ങൽ ഇടത് കോട്ടയാണ്. എന്നാൽ കഴിഞ്ഞ തവണ UDF അത് തിരുത്തി. കോൺഗ്രസും CPM-ഉം സ്വാധീനമുറപ്പിച്ച മണ്ണിൽ BJP-യെ ഒറ്റ വാക്കിൽ തള്ളിക്കളയാനുമാകില്ല. പ്രതീക്ഷയിലും പ്രചാരണത്തിലും 3 മുന്നണികളും ഒപ്പത്തിനൊപ്പമാണ്. കോൺഗ്രസിന് മണ്ഡലം നിലനിർത്തിയേ പറ്റൂ. ജീവൻ മരണ പോരാട്ടമാണ് CPI-ന് ഇത്. BJP-ക്കാകട്ടെ 2019-ൽ കിട്ടിയ ഇരട്ടി വോട്ടിന്റെ ആനുകൂല്യം മുതലാക്കണം. കോൺഗ്രസിലെ സമുന്നതനായ നേതാവ് R. ശങ്കറും CPI-ന്റെ പ്രമുഖ നേതാവ് സുശീല ഗോപാലനുമെല്ലാം മണ്ഡലത്തിന്റെ അപ്രവചനീയ സ്വഭാവത്തിൽ അടവ് പിഴച്ചവരാണ്. ഭരണത്തിലും രാഷ്ട്രീയത്തിലും പയറ്റിത്തെളിഞ്ഞ പോരാളി എന്ന പരിവേഷമാണ് അടൂർ പ്രകാശിൻ്റേത്. ആറ്റിങ്ങിലെ ജനങ്ങൾക്ക് വേണ്ടി നിറവേറ്റുവാൻ കഴിഞ്ഞിട്ടുള്ളത് പലതും പാതി വഴിയിൽ നിൽക്കും. അത് പൂർത്തീകരണം ഉണ്ടാവുകയും ജനങ്ങൾക്ക് സംതൃപ്തരായി അതൊന്നൊന്നായി അനുഭവിക്കാനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഞാൻ മുഖ്യമായി ലക്ഷ്യമിടുന്നത്. കോൺഗ്രസ് കുത്തകകൾ പൊളിച്ച് ശീലമുള്ളയാളാണ് ഇടത് സ്ഥാനാർത്ഥി V. ജോയ്. അടൂർ പ്രകാശ് എന്ന് പറയുന്ന MP ഒരു ബിഗ് സീറോ ആയിരുന്നു. 4.5 വർഷക്കാലം ഈ മണ്ഡലത്തിലേക്ക് വന്നില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സ് പറയുന്നത്, എനിക്ക് തോന്നുന്നത് സ്റ്റേറ്റ് പൊളിറ്റിക്സിൽ നിൽക്കാനാണ് അദ്ദേഹം ആഗ്രഹിച്ച് നിന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടുതൽ സമയം അദ്ദേഹം മുമ്പ് ജയിച്ചു വന്നിരുന്ന കോന്നി മണ്ഡലത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. പക്ഷേ അവരുടെ ഹൈക്കമാൻഡ് മത്സരിച്ച് ജയിച്ച എല്ലാവരും മത്സരിച്ചോളണം എന്ന ഒരു തിട്ടൂരം ഇറക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് വീണ്ടും ഇവിടെ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം വന്നത്. കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങലിൽ നേടിയ 2.5 ലക്ഷം വോട്ട് വിഹിതത്തിൽ കണ്ടുനട്ടാണ് V. മുരളീധരൻ ആറ്റിങ്ങലിലിറങ്ങുന്നത്. വെറുതെ ഓളമുണ്ടാക്കി മടങ്ങുക എന്നത് മാത്രമല്ല ഇവിടെ BJP-യുടെ കണക്കുകൂട്ടൽ. ആറ്റിങ്ങലിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ വികസനം ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ആറ്റിങ്ങലിൽ കഴിഞ്ഞ 70 കൊല്ലക്കാലം ഇവിടെ പ്രതിനിധീകരിച്ച പലരും, അവരിൽ ചിലരൊക്കെ അക്കാലത്തെ ഭരണകക്ഷിയുടെ ഭാഗമായിരുന്നു. പക്ഷേ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും ഇപ്പോഴും നടപ്പിലായിട്ടില്ല. 2009-ലാണ് ചിറയൻകീഴ് മണ്ഡലത്തെ ആറ്റിങ്ങൽ എന്ന് പുനർനാമകരണം ചെയ്യുന്നത്.
മണ്ഡല പുനർനാമകരണത്തിന് ശേഷവും മുൻപും 11 തവണ ഈ മണ്ഡലം LDF-നൊപ്പം നിന്നു, 6 തവണ UDF-നൊപ്പവും. ശക്തരായ 3 സ്ഥാനാർത്ഥികളും ഒരേ സമുദായത്തിൽപ്പെട്ടവരാണെന്നതും എടുത്തു പറയണം. 3,80,995 വോട്ടുകളാണ് കഴിഞ്ഞ തവണ അടൂർ പ്രകാശിന് ലഭിച്ചത്. അതായത് പോൾ ചെയ്തതിൽ 37.91%. LDF-ന്റെ എ സമ്പത്തിന് 3,42,748 വോട്ടുകൾ ലഭിച്ചു. 34.11% വോട്ടുകളുമായി UDF തരംഗത്തിലും മികച്ച മത്സരം നടത്തി. കരുത്തറിയിച്ചാണ് BJP മടങ്ങിയത്. ശോഭാ സുരേന്ദ്രൻ 2,40,4981 വോട്ടുകൾ നേടി. പോൾ ചെയ്തതിൽ 24.69%. ഈഴവ സമുദായത്തിന് നിർണായക സ്വാധീനമുള്ള ആറ്റിങ്ങൽ മണ്ഡലത്തിലെ നിയമസഭാ സീറ്റുകളിൽ 7 LDF-നൊപ്പമാണ്. എന്നാൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നെടുമങ്ങാട് ഒഴികെയുള്ള 6 മണ്ഡലങ്ങളിലും ലീഡ് UDF-നൊപ്പമായിരുന്നു. പ്രചരണം കൊടുമ്പിരി കൊണ്ടിരിക്കെ ഇക്കുറി ആരെ വരിക്കും ആറ്റിങ്ങൽ എന്ന കാര്യം പ്രവചനാതീതം. ആറ്റിങ്ങലിൽ നിന്നും ജിനുവിനും രാഹുലിനുമൊപ്പം അജീഷ് ജയകുമാർ, 24. വിജയകുമാർ, ഇവിടെ അക്ഷരാർത്ഥത്തിൽ ആറ്റിങ്ങലിൽ തിവാറും പോരാട്ടമാണ്. എന്ന് പറഞ്ഞാൽ VS ജോയി ജില്ലാ സെക്രട്ടറിയാണ്, MLA ആണ്, താഴത്തിൽ നേതാവാണ്, അടൂർ പ്രകാശ് ഇലക്ഷൻ മാനേജർ, കേന്ദ്രമന്ത്രി. ഇതിനിടയിൽ വിജയകുമാർ, ഇതിനിടയിൽ കൂടി ഡൽഹിയിൽ ഒരു നീക്കം നടക്കുന്നുണ്ട്. അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിലേക്ക് ED സംഘം എത്തിയിട്ടുണ്ട്. ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും അറസ്റ്റ് തടഞ്ഞുള്ള ആവശ്യം നിരാകരിക്കപ്പെട്ടതിന് ശേഷം ED സംഘം അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിലെത്തിയാൽ പൊക്കാനാണോ അറസ്റ്റ് ചെയ്യാനാണോ എന്നൊരു സംശയമുണ്ട്. എന്തും സംഭവിക്കാൻ ഡൽഹിയിൽ എന്താ സംഭവിച്ചോളാം. ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് അറസ്റ്റ് തടഞ്ഞിട്ടില്ല എന്ന വാർത്ത വന്നതിന് മണിക്കൂറുകൾക്ക് ശേഷം ഇതാ EDയുടെ ഒരു വലിയ സംഘം അരവിന്ദ് കെജ്രിവാളിന്റെ ഡൽഹിയിലെ വസതിയിലേക്ക് എത്തുന്നു. അവിടെ അദ്ദേഹത്തെ ചോദ്യം ചെയ്തേക്കും, കസ്റ്റഡിയിലെടുത്തേക്കും എന്ന അഭ്യൂഹമുണ്ട്. അല്പസമയത്തിനകം നമുക്ക് അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നുള്ള വിവരങ്ങൾ തത്സമയം പ്രേക്ഷകരിൽ എത്തിക്കാൻ 9 തവണ സമൻസ് കൊടുത്താണ്. അപ്പൊ എന്തായാലും ആ സമൻസിനോടൊന്നും അനുകൂലമായി പ്രതികരിച്ചിരുന്നില്ല. എന്തുകൊണ്ടാണ് ഹാജരാവാത്തതെന്നൊരു ചോദ്യം കോടതിയിൽ നിന്നുണ്ടാവുകയും അപ്പൊ എന്തായാലും സമൻസിന് ശേഷം ഒരുപക്ഷെ EDയുടെ പോയകാല നീക്കങ്ങൾ വെച്ച് നോക്കിയാൽ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഇലക്ഷന് തൊട്ട് മുമ്പ് അത് മഹാസംഭവമാണ്. പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാൾ കൂടിയാകുമ്പോൾ ഡ്രാമകൾ പ്രതീക്ഷിക്കാം ഡൽഹിയിൽ നിന്നും മാത്രം പറയുന്നു. അല്പസമയം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്നും പറഞ്ഞു. പക്ഷേ തൽക്കാലം നമുക്ക് കണ്ടതും കേട്ടതും. നമ്മൾ കോട്ടയത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടം ഇന്നലെ നമ്മൾ വിശദമായി കണ്ടതാണ്. 2 കേരള കോൺഗ്രസുകൾ തമ്മിലാണ്. പക്ഷേ അങ്ങനെ 2 കേരള കോൺഗ്രസുകൾ തമ്മിൽ അവിടെ ഏറ്റുമുട്ടൽ നടക്കുമ്പോൾ പക്ഷേ കോട്ടയത്തെ പോരാട്ടത്തെ പറ്റി പറയാൻ കഴിയുന്ന അനുഭവമുള്ള പ്രഗത്ഭരായ 2 പേർ ഉണ്ട് പുറത്ത്. അവരെ പറ്റിയാണ് ഇന്നത്തെ കണ്ടതും കേട്ടതും. എന്നാലും വിജയത്തിന്റെ വഴിയിൽ മാത്രമല്ല അവരുടെ പല ജീവിത വഴിയിലൊക്കെ വല്ലാത്ത സാമ്യതകളുണ്ട്. ആരാണ് 2 പേർ? കോട്ടയത്ത് ആരോട് ചോദിച്ചാലും പറയും ആ ചരിത്ര പോരാട്ടങ്ങളെക്കുറിച്ച്. അത്രത്തോളം കോട്ടയക്കാർക്ക് പ്രിയപ്പെട്ടവരായിരുന്നു ആ 2 നേതാക്കളും. അതെ, സുരേഷ് കുറുപ്പും രമേശ് ചെന്നിത്തലയും. യുവാക്കളായെത്തി കോട്ടയംകാരുടെ മനസ്സിൽ ഇടം പിടിച്ച ഇവർ തന്നെയാണ് ഇപ്പോഴും കോട്ടയംകാരുടെ താരങ്ങൾ. കഥ തുടങ്ങുന്നത് 1984-ലാണ്. 3ാം വിജയത്തിനായി സ്കറിയ തോമസ് ഇറങ്ങുമ്പോൾ അനുകൂല ഘടകങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ഇന്ദിരാ തരംഗത്തിൽ എല്ലാം എളുപ്പമെന്ന് കരുതി. എന്നാൽ ആ വിജയത്തിന് തടയിടാൻ LDF സുരേഷ് കുറുപ്പ് എന്ന SFI നേതാവിനെ രംഗത്തിറക്കുമ്പോൾ ഒരട്ടിമറിയും ആരും പ്രതീക്ഷിച്ചില്ല. അന്നേ വരെ കേരളം കണ്ടിട്ടില്ലാത്ത പ്രചാരണ തന്ത്രങ്ങൾ പുറത്തിറക്കിയപ്പോൾ സുരേഷ് കുറുപ്പ് എന്ന യുവ നേതാവ് കോട്ടയത്ത് പുതിയ ചരിത്രം രചിച്ചു. കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും വിദ്യാർത്ഥികൾ SFI പ്രവർത്തകർ അവര് കോട്ടയത്ത് വന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. CP ജോണും ശ്രീ തോമസ് ഐസക്കുമായിരുന്നു അന്ന് അതിന്റെ ആ SFI പ്രവർത്തനത്തെ ആസൂത്രണം ചെയ്തു. UDF കോട്ടയായ കോട്ടയം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് ഇറക്കിയത് ഹരിപ്പാട്ടെ യുവ MLA. അതെ, സാക്ഷാൽ രമേശ് ചെന്നിത്തല. കോട്ടയംകാരനല്ലെങ്കിലും ജനമനസ്സിൽ ചെന്നിത്തല വളരെ വേഗം ഇടം കണ്ടെത്തി. 89-ൽ സുരേഷ് കുറുപ്പിനെ തോൽപ്പിച്ച് കരുത്ത് തെളിയിച്ച ചെന്നിത്തലയെ 91-ലും 96-ലും കോട്ടയംകാർ ലോക്സഭയിലെത്തിച്ചു. അന്നത്തെ ഇലക്ഷൻ പ്രചരണം എന്ന് പറഞ്ഞാൽ ഇന്നും നമുക്ക് മറക്കാൻ കഴിയാത്തതാണ്. പഴയ ആളുകളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ആയിരക്കണക്കിന് ആളുകളാണ്. അന്ന് 10 മണിയൊന്നുമില്ല, 2 മണി 3 മണി 4 മണി വരെ നമ്മുടെ പ്രചരണം പോയിരുന്നു. കോട്ടയത്തെ ജനങ്ങൾ അത്രമാത്രം എന്നെ സ്നേഹിക്കുകയും എന്നോട് വാത്സല്യം കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ചെന്നിത്തലയിൽ നിന്നും കോട്ടയം പിടിക്കാൻ അങ്ങനെ വീണ്ടും സുരേഷ് കുറുപ്പിനെ തന്നെ LDF കളത്തിലിറക്കി. 98-ൽ നടന്ന വാശിയേറിയ പോരാട്ടത്തിൽ കുറുപ്പ് ചെന്നിത്തലയെ പരാജയപ്പെടുത്തി. പിന്നീട് 99-ലും 2004-ലും
കോട്ടയത്തിന്റെ പ്രിയങ്കരനായി സുരേഷ് കുറുപ്പ്. നേർക്കുനേർ പോരാടി വിജയപരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ബഹുമാനം മാത്രമാണ് ഇരുവർക്കും ഉള്ളത്. ഈ മത്സരങ്ങളെല്ലാം രാഷ്ട്രീയമായിരുന്നു. വ്യക്തിപരമായ അധിക്ഷേപങ്ങളോ മാന്യമല്ലാത്ത പദപ്രയോഗങ്ങളോ ഒന്നും ഈ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ തമ്മിൽ നല്ല വ്യക്തിബന്ധമാണ് ഇപ്പോഴും, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ രാഷ്ട്രീയമായ പോരാട്ടം ഉണ്ടായി. അന്ന് ഞാൻ ജയിച്ചത് 50,000 വോട്ടിനാണ്, പിന്നെ 60,000 വോട്ടിന്, പിന്നെ 69,000 വോട്ടിന് 3 തവണ. അത് കഴിഞ്ഞ് വന്ന ഇലക്ഷനിൽ ഒന്നാമത് ഞങ്ങളുടെ പാർട്ടിയിലെ പ്രശ്നങ്ങൾ, പിന്നെ എല്ലാവരും അമിതമായ ആത്മവിശ്വാസം, അങ്ങനെയാണ് 5,000 വോട്ടിന് തോന്നുന്നത്. അങ്ങനെ 4 തവണ സുരേഷ് കുറുപ്പിനെയും 3 തവണ രമേശ് ചെന്നിത്തലയും കോട്ടയംകാർ തെരഞ്ഞെടുത്ത് ലോക്സഭയിലേക്ക് അയച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭയിലും സുരേഷ് കുറുപ്പ് മത്സരിച്ചു വിജയിച്ചു. പക്ഷേ രാഷ്ട്രീയത്തിലെ പടികൾ കയറാൻ സുരേഷ് കുറുപ്പ് തയ്യാറായില്ല. ചെന്നിത്തലയാകട്ടെ മന്ത്രിയായും പ്രതിപക്ഷ നേതാവായും തിളങ്ങി. എന്തായാലും ഒരിക്കൽ കൂടി ഇവർ കോട്ടയത്ത് നേർക്കുനേർ ഏറ്റുമുട്ടിയാൽ കോട്ടയത്തുകാർക്ക് ഒരാളെ തെരഞ്ഞെടുക്കുക പ്രയാസമാകും. കാരണം അത്രമേൽ പ്രിയപ്പെട്ടവരാണ് രമേശ് ചെന്നിത്തലയും സുരേഷ് കുറുപ്പും. കോട്ടയത്ത് നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ, 24. ഹാഷ്മി, പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് ഈ കമന്റുകളൊന്നും വായിക്കാത്തത് എന്തുകൊണ്ടാണെന്ന്. ദിനേശൻ ചേട്ടൻ പറയുന്നു ഹരിപ്പാട് എന്ന് നിങ്ങൾ ആരും നമ്മളെ മൈൻഡ് ചെയ്യുന്നതേ ഇല്ല എന്ന്. ആമിന പറയുന്നു ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും മിണ്ടുകയും പറയുകയും ചെയ്താൽ മതിയല്ലോ. അങ്ങനെയൊന്നുമില്ല, നമ്മൾ കാണുന്നുണ്ട്. വായിക്കാൻ പറ്റുന്നത് ഈ ചില വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന തിരക്കിൽ ആ വാർത്തയിൽ അങ്ങ് മുഴുകുന്നതേ ഉള്ളൂ. മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളിങ്ങനെ മിണ്ടിയും പറഞ്ഞുമൊക്കെ അല്ലേ. ചോദിക്കുകയാണ് ഈ അടിവേരൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്നു? ചേട്ടാ നമ്മൾ മാന്തി എടുക്കും. അതങ്ങനെയാണ്, പേര് തന്നെ അങ്ങനെയാണല്ലോ, പേരുകൾ ചികഞ്ഞുള്ള യാത്ര. എന്തായാലും നമ്മുടെ ഈ സപ്തകക്ഷി മുന്നണി സർക്കാർ എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മുടെ ഒന്നാം നിയമ സർക്കാർ പോലെ, വിമോചന സമരം പോലെ, പിരിച്ചുവിടൽ പോലെ കേരള രാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിച്ച സംഭവങ്ങളിൽ ഒരു 10 സംഭവം എടുത്താൽ അതിൽ എന്തായാലും സപ്തകക്ഷി സർക്കാരും വീഴ്ചയൊക്കെ ഉണ്ടല്ലേ. അപ്പൊ കാത്തിരിക്കുക പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനിയും ആകാംക്ഷ ഉണർത്തുന്ന അല്ലെങ്കിൽ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരുപിടി അടിവേരിപ്പുണ്ട് ഇവിടെ. സാധനം വരുന്നുണ്ട് വരും ദിവസങ്ങളിൽ, അല്ലേ വിജയകുമാർ? ഉറപ്പായും കൂടുതൽ വേരുകൾ ചികഞ്ഞുള്ള യാത്ര തുടരുക തന്നെ ചെയ്യും. ഇനി നമ്മൾ പോകുന്നത് ജനങ്ങളുടെ ശബ്ദം, വോട്ടർമാരുടെ ശബ്ദം നാടാകെ കേൾപ്പിക്കുന്ന സെഗ്മെന്റിലേക്കാണ്. മൈക്ക്. അപ്പം മൈക്കിൽ നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്ന വിഷയങ്ങൾ എന്തൊക്കെയെന്ന് കോട്ടയം CMS കോളേജിലെ സുന്ദരികളും സുന്ദരന്മാരും സംസാരിക്കുകയാണ്. അതിലേക്ക് പൊളിറ്റിക്സ് തന്നെ സംസാരിക്കണം. കാരണം ഇപ്പം നമ്മുടെ സമകാലികമായി നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചർച്ചയാവാതെ പോവുകയും സ്റ്റുഡൻസിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. സിറ്റിസൺസ് ആക്ടിന്റെ ബില്ല്, അതല്ലാതെ ഇടയ്ക്ക് നമ്മുടെ ഒരുപാട് അമെന്റ്മെന്റ്സ് വന്നു. പിന്നെ ഫാമേഴ്സ് ഇഷ്യൂ, ഡൽഹിയിൽ കുട്ടികൾ ഇറങ്ങുന്ന പോലെ ഇന്ന് ഇപ്പൊ കേരളത്തിലെ കുട്ടികൾ ഇറങ്ങുന്നില്ല എന്നൊരു സംഭവം ഉണ്ട്. രാഷ്ട്രീയം വേണ്ട, അങ്ങനെ ഒരു ട്രെൻഡ് വളർന്നു വരുന്നതായിട്ട് കാണുന്നത്. എന്താണ് ഇത് ആക്ച്വലി ആൾക്കാർക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എഡ്യൂക്കേഷൻ മേഖലയിലേക്ക് നമുക്ക് കോളേജിലായാലും ക്യാമ്പസിലായാലും കുട്ടികൾക്ക് പൊളിറ്റിക്സ് എന്നത് ഒരു തെറ്റായ ധാരണയായിട്ട് മാറിപ്പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണം ഒരു ചർച്ചാ വിഷയമാണ്. കർഷകരുടെ പ്രശ്നങ്ങൾ അവരൊക്കെ എന്താണ് അവരൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. ആര് ജയിച്ചാലും നമ്മുടെ ജനങ്ങളുടെ ആവശ്യം നിറവേറ്റുന്ന ഒരാൾ ജയിക്കണമെന്നാണ് ആഗ്രഹം. ഞങ്ങള് വയനാട് മണ്ഡലമാണ്, ഞങ്ങൾക്ക് രാഹുൽ ഗാന്ധിയാണ്, പിന്നെ പ്രശ്നമല്ല. ഞാൻ ആലത്തൂർ മണ്ഡലം, അവിടുത്തെ രമ്യ ഹരിദാസ് ജയിക്കും. ഞാൻ പാലക്കാട്, അവിടെ കുഴപ്പമില്ല, ശ്രീകണ്ഠൻ ജയിക്കുന്നതാണ് പ്രതീക്ഷ. നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ആളുകൾ നമ്മളെ ഭരണത്തിൽ വരാണെങ്കിൽ കുഴപ്പമില്ല. ഞങ്ങൾ ന്യൂട്രലാണ്. ഇപ്പോഴത്തെ സർക്കാരിന്റെ കുറെ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനി അടുത്ത സർക്കാരിന്റെ വരുമ്പോ നോക്കാം. ഇല്ല, രാഷ്ട്രീയം ചർച്ച ചെയ്യാറില്ല. വോട്ട് ചെയ്യും, ഏതെങ്കിലും ഒരാൾക്ക് തോന്നുന്ന ഒരാൾക്ക് അങ്ങ് ചെയ്യും. ഇപ്പൊ വികസനം അത് തന്നെ ഇപ്പോഴത്തെ ജനറേഷന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള വികസനങ്ങൾ, താഴെത്തട്ടിലുള്ളവരെ മേലോട്ട് കൊണ്ടുവരുന്ന രീതിയിലുള്ള വികസനങ്ങളൊക്കെ ഉണ്ടാവണം. വിദ്യാർത്ഥികളുടെ എല്ലാ തരം വികസനങ്ങളും നടത്തണം. ഓണസ്റ്റ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ് വരണം. കുറെ വാഗ്ദാനങ്ങളൊക്കെ തന്നിട്ട് അവസാനം ഒന്നും ചെയ്യാതെ പോകുന്നൊരു കൂട്ടം ആൾക്കാർ വരരുത്. പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കി വികസനങ്ങൾ വരട്ടെ. രാഷ്ട്രീയ ചർച്ചകൾ നടക്കുക തന്നെ ചെയ്യണം. എന്നിട്ട് അതിൽ ജനങ്ങൾക്ക് ഏതാണോ ഉചിതമായിട്ട് തോന്നുന്നത് ആ ആൾക്ക് വോട്ട് ചെയ്യാം. ഇപ്പൊ ആള് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആളെ നിലനിർത്തി വോട്ട് ചെയ്യും. അത് റിലീജിയൻ വെച്ചാണല്ലോ വോട്ട് പിടിക്കുന്നത് കൂടുതൽ തന്നെ ആയിട്ട്. അത് തന്നെ മെയിൻ പ്രശ്നം. അത് മാറ്റി ഭാരതജോത യാത്രയും രാഹുൽ ഗാന്ധിയൊക്കെ നല്ല രീതിയിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും നോർത്ത് ഇന്ത്യ എടുത്തു നോക്കി അവിടുത്തെ അവിടെ ഇപ്പോഴും എങ്ങനെ വിദ്യാഭ്യാസം കുറവെല്ലായിട്ട് നടക്കും. എന്നിട്ടും വോട്ട് മൊത്തം വിജയം പരമായിട്ടല്ലേ പോകുന്നത്. ഈ പ്രാവശ്യം കാൻഡിഡേറ്റ്സിൽ പഴയ പോലെ തന്നെ യുവത്വത്തിന്റെ പ്രസൻസ് വളരെ കുറവാണ്. എന്നെയൊക്കെ സെക്യുലർ ആണെന്ന് പറഞ്ഞാലും മതേതരത്തിന്റെ പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്.
അതാ മോഹി കുഞ്ഞു പറയാണ് മാന്തിക്കോ ഒരു ഭാഗത്തേക്ക് മാത്രം മാന്തരുത് എന്ന് പറയാണ്. അങ്ങനെ ഇല്ലാതെ നമ്മൾ നേരെ അങ്ങ് മാന്തുകയാണ്. നേരെ മാന്തുകയാണ്. പക്ഷേ ഈ പറയുന്ന വേരുകൾക്കുണ്ടല്ലോ, ഇടതുപേര് വലതുപേര് ഒന്നുമില്ല. അത് ചരിത്ര പേരാണ്, രാഷ്ട്രീയാതീതമായ ചരിത്ര പേര് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഇടതു മാന്തൽ വലതു മാന്തൽ എന്നൊരു മാന്തലില്ല. ആദിത്യ ഗ്രാഫിക്സ് സന്തോഷ് എന്ന ഒരു ഐഡിയയിൽ നിന്ന് ബോണ്ട് വിഷയം കെജ്രിവാളിനെ വെച്ച് മറയ്ക്കുന്നു എന്ന ഒരു കമന്റ് ഉണ്ട്. വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു കമന്റ് ആണ് അല്ലേ? ഉറപ്പായും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവിടെ ഇപ്പൊ കേൾക്കുന്നതെന്ന് പറഞ്ഞാല് സമൻസ് കൊടുക്കാൻ വന്നാണെന്നൊക്കെ പറയുന്നുണ്ട് ചില പോലീസ് ഉദ്യോഗസ്ഥർ. ഇത്രയും ഡൽഹി മുഖ്യമന്ത്രിയാണ്, വലിയ ജനപിന്തുണയുള്ള നേതാവാണ്, ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ പ്രതിഷേധം നമുക്ക് ഭയന്നായിരിക്കാം ഒരു പക്ഷേ. അത് എന്തായാലും അങ്ങനെയാണെങ്കിൽ 10ാമത്തെ സമൻസ് നേരിട്ട് കൊണ്ട് വീട്ടിൽ കൊടുക്കുന്നു എന്നൊരു പ്രാധാന്യം അതിനുണ്ട്. കാത്തിരുന്നു കാണാം. ഡൽഹി രാഷ്ട്രീയം അത്രമേൽ സുഗമമായി പോകാൻ വഴിയില്ല എന്തായാലും ഹൈക്കോടതി പശ്ചാത്തലത്തിൽ സർവേ നടത്തുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിന്റെ പണിപ്പുരയിൽ കൂടിയാണ്. വൈകാതെ അതിന്റെ വിവരങ്ങൾ ഞങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ നേരത്തെ മൂട്രാക്കർ എന്ന് പറഞ്ഞ നമ്മുടെ സർവേ നടത്തി സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനത്തിന് ഒക്കെ മുമ്പ് തന്നെ അത് ഇതുവരെയുള്ള ചരിത്രത്തിൽ ഏറ്റവും വലിയ സാമ്പിൾ സർവേ ആയിരുന്നു. അതിനൊക്കെ ഞെട്ടിക്കുന്ന കടത്തിവിട്ടുന്ന വമ്പൻ സർവേകൾ വരാനിരിക്കുകയാണ്. നമ്മൾ പക്ഷേ ഇനി അങ്ങോട്ട് പോകുന്നത് പൊട്ടുന്ന ചില വാർത്തകളിലേക്കാണ്. കമ്പക്കെട്ട് ഗാന്ധിയുടെ മകനും നെഹ്റുവിന്റെ മകനും കൂടി ഒരു സീറ്റിന് ട്രൈ ചെയ്യുന്നു. പാർട്ടി ആലോചിച്ചപ്പോഴത്തേക്ക് രണ്ടുപേർക്ക് കൂടി സീറ്റ് കൊടുക്കാൻ പറ്റത്തില്ല. ഒരാൾക്ക് മാത്രമേ സീറ്റ് കൊടുക്കാൻ പറ്റൂ. ഗാന്ധിയുടെ മകനും കൊടുക്കോ രഘുവിന്റെ മകനും കൊടുക്കോ? അങ്ങ് തമിഴ്നാട്ടിൽ അതിനുവേണ്ടി ഒരു അഭിമുഖ പരീക്ഷ നടത്തി മുഖ്യമന്ത്രി സ്റ്റാലിൻ. അതിൽ ഒരാൾ മാത്രമാണ് പാസ്സായത്, അദ്ദേഹത്തിന് മാത്രമാണ് സീറ്റ് കിട്ടിയത്. ആ രസകരമായ കഥയിലേക്ക് ഇനി അരസ്യൽ ഗലാട്ട. ഖാദി വകുപ്പാണ് ഗാന്ധി കൈകാര്യം ചെയ്യുന്നത്. നഗരവികസനമാണ് നെഹ്റുവിന്റെ വകുപ്പ്. മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ തന്റെ മന്ത്രിസഭയിലേക്ക് രണ്ടുപേരെയും തെരഞ്ഞെടുത്തപ്പോൾ തന്നെ ഖാദി ഗാന്ധിക്കെന്നതിൽ തർക്കമില്ലായിരുന്നു. റാണിപ്പെട്ട് മണ്ഡലത്തിൽ നിന്ന് 4 തവണയാണ് ആർ ഗാന്ധി ജയിച്ചു കയറി MLA ആയത്. ട്രിച്ചി വെസ്റ്റ് അസംബ്ലി മണ്ഡലത്തിൽ KN നെഹ്റു ജയിച്ചത് ആകെ 5 തവണ. രണ്ടുപേരെയും സംസ്ഥാന ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തിയത് ഈ ദീർഘകാല പൊതുപ്രവർത്തന പാരമ്പര്യം കണക്കിലെടുത്തു തന്നെ. 2 മന്ത്രിമാരുടെയും മക്കൾ ഈ വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ DMK ടിക്കറ്റിനുള്ള അപേക്ഷകരായി. ആർ ഗാന്ധിയുടെ മകൻ വിനോദ് ഗാന്ധി ആരക്കോണത്ത് മത്സരിക്കാൻ തയ്യാറായി അഭിമുഖത്തിനെത്തി. KN നെഹ്റുവിന്റെ മകൻ അരുൺ നെഹ്റു പെരമ്പലൂർ മണ്ഡലത്തിലേക്കാണ് നോട്ടമിട്ടത്. DMK പട്ടികയെത്തിയപ്പോൾ ആരക്കോണത്ത് S ജഗത്രക്ഷകൻ സ്ഥാനാർത്ഥിയായി. അതായത് വിനോദ് ഗാന്ധി പുറത്ത്. അരുൺ നെഹ്റു പെരമ്പലൂർ മണ്ഡലത്തിൽ DMK സ്ഥാനാർത്ഥിയായി പട്ടികയിൽ ഇടം നേടി. അരുൺ നെഹ്റു എന്ന പേരിലുമുണ്ട് ഒരു കൗതുകം. രാജീവ് ഗാന്ധിയുടെ വിശ്വസ്തൻ, നെഹ്റു കുടുംബാംഗം. ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു കാലത്ത് തെളിഞ്ഞു നിന്ന അതേ പേര് അരുൺ നെഹ്റു. മറ്റൊരു മന്ത്രിപുത്രന് കൂടി സീറ്റ് ലഭിച്ചിട്ടുണ്ട്. M.K. സ്റ്റാലിൻ മന്ത്രിസഭയിലെ മന്ത്രി ദുരൈ മുരുകന്റെ മകൻ കതിർ ആനന്ദ് വെല്ലൂരിൽ മത്സരിക്കും. 2005 ആർ ഗാന്ധിയും ഭാര്യയും മകനും പ്രതികളായി ഒരു അഴിമതി കേസ് പൊങ്ങി വന്നു. അനധികൃത സ്വത്ത് സമ്പാദനമടക്കം ചാർജുകൾ. ഏറെക്കാലം കോടതി കയറിയിറങ്ങി. പിന്നീട് കേസിൽ നിന്നും 3 കുറ്റവിമുക്തരായി. പക്ഷേ അഭിമുഖ പരീക്ഷയിൽ വിനോദിന് അത് മൈനസ് മാർക്കിനിടയാക്കി. രാജ്യം നടുങ്ങിയ 2G സ്പെക്ട്രം അഴിമതി കേസിൽ മുങ്ങിയ DMKയും അതിലെ പ്രതിനായകനായ A രാജയും ആരോപണ വിധേയയായ കനിമൊഴി കരുണാനിധിയും DMK പട്ടികയിൽ കടന്നുകൂടിയപ്പോഴാണ് സ്വത്ത് സമ്പാദന കേസിൽ കുറ്റവിമുക്തനായ വിനോദ് ഗാന്ധിയുടെ മോഹം പൊലിഞ്ഞത്. സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കേസിൽ ഏറെക്കാലം കുടുങ്ങിക്കിടന്ന ദയാനിധി മാരനും കിട്ടി ടിക്കറ്റ്. ഇലക്ഷൻ ഡെസ്ക് 24. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വാർത്തയിലേക്കാണ്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിൽ ED സംഘം, വലിയ പോലീസ് സംഘം പുറത്തുണ്ട്. അറസ്റ്റ് ഉണ്ടാകുമോ എന്ന ആകാംക്ഷ, രാഷ്ട്രീയ ആകാംക്ഷ, ഈ രാത്രിയുടെ ആകാംക്ഷയാണ് ഉറപ്പായും. ഇപ്പോഴും പോലീസ് സംഘം അവിടെ നിൽക്കുകയാണ്. സെർച്ച് വാറന്റ് ഉണ്ട് എന്ന കാര്യം ED സംഘം മുഖ്യമന്ത്രിയുടെ ബസ്സിലെ ജീവനക്കാരെ അറിയിക്കുന്നു. നോർത്ത് DCPയും കെജ്രിവാളിന്റെ ബസ്സിൽ എത്തിയിട്ടുണ്ടെന്ന് അറിയുന്നു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലേക്കോ എന്ന ചോദ്യമാണ് ബൽറാം നെടുങ്ങാടി. അതായത് അവിടെ വീട്ടിനുള്ളിൽ പരിശോധന നടക്കുന്നു, ഒരു റെയ്ഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. ചുരുക്കി പറഞ്ഞാൽ ഡൽഹി മുഖ്യമന്ത്രിയുടെ വസതിയിൽ ED റെയ്ഡ് എന്ന് പറയാവുന്ന ഒരു സാഹചര്യമുണ്ട്. ബൽറാം, എന്തൊക്കെയാണ് നീക്കങ്ങൾ? വീടിന് പുറത്ത് നാടകീയ രംഗങ്ങൾ എന്നൊക്കെ വിവരങ്ങൾ വരുന്നുണ്ട്. അറസ്റ്റിലേക്ക്, കസ്റ്റഡിയിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് ലഭ്യമായ പുതിയ സൂചനകൾ? വിജയകുമാർ, ഹഷ്മി, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് വരെ ഉണ്ടായേക്കുമെന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇന്ന് വൈകിട്ട് 6:45 ED സംഘം കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയിൽ എത്തിയത്.
ഈ 12-അംഗ സംഘം കെജ്രിവാളിന്റെ വസതിയിലെ ജീവനക്കാരോട് തങ്ങളുടെ കൈവശം സെർച്ച് വാറണ്ട് ഉണ്ട് എന്ന് അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് വസതിക്കകത്തേക്ക് ഇവർ പ്രവേശിച്ചത്. ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തെരച്ചിൽ തുടരുകയാണ്. കെജ്രിവാളിന് വീണ്ടും ചോദ്യം ചെയ്യലിനായി ഹാജരാക്കാൻ ആവശ്യപ്പെട്ട സമൻസ് നൽകിയേക്കും എന്ന സൂചനകളും ലഭിക്കുന്നുണ്ട്. കടുത്ത നടപടി ഇഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരം. ഇന്ന് ഹൈക്കോടതിയിൽ നിന്നും കെജ്രിവാളിന് തിരിച്ചടിയേറ്റ് മണിക്കൂറുകൾക്കകമാണ് ഇ ഡി ഇത്തരത്തിൽ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. ഇ ഡിയുടെ നടപടികളിൽ നിന്നും സംരക്ഷണം ആവശ്യപ്പെട്ടുള്ള കെജ്രിവാളിന്റെ ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്ന് തള്ളിയിരുന്നു. ഇതോടൊപ്പം തന്നെ ഈ കെജ്രിവാളിനെതിരായ തെളിവുകൾ എന്ത് എന്ന് സമർപ്പിക്കാൻ ഇ ഡിക്ക് ഡൽഹി ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കെജ്രിവാളിന്റെ വസതിയിൽ ഇത്തരത്തിൽ ഒരു റെയ്ഡ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത്. നേരത്തെ തന്നെ മാസങ്ങളായി കെജ്രിവാളിന് എതിരെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകും എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ നിലവിലുണ്ട്. ആം ആദ്മി പാർട്ടി നേതാക്കൾ അടക്കം ഇത്തരത്തിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുമെന്നും ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു നീക്കമാണ് എന്നുമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ കോടതിയിൽ നിന്നും ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായി. മണിക്കൂറുകൾക്കകമാണ് ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. പോലീസിന്റെ വലിയ സുരക്ഷ തന്നെ കെജ്രിവാളിന്റെ വസതിക്ക് പുറത്ത് ഉണ്ട്. നോർത്ത് DCP-യുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് മുഖ്യമന്ത്രിയുടെ വസതിക്ക് പുറത്ത് കനത്ത സുരക്ഷ തന്നെ ഒരുക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വസതിയിൽ റെയ്ഡ് ഒപ്പം തന്നെ ചോദ്യം ചെയ്യലോ നടക്കുന്നതറിഞ്ഞ് ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകർ അടക്കമുള്ളവർ ഇവിടേക്ക് എത്താനുള്ള സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കനത്ത സുരക്ഷ തന്നെ പോലീസ് ഒരുക്കിയിരിക്കുന്നത്. 100-ലേറെ പോലീസുകാരാണ് കെജ്രിവാളിന്റെ വസതിക്ക് മുന്നിലും പരിസരത്തുമായി വിന്യസിച്ചിരിക്കുന്നത്. ഹാഷ്മി, ബൽറാമാണ് വിവരങ്ങൾ നൽകിയത്. വീട്ടിൽ റെയ്ഡ് നടക്കുന്നു. സെർച്ച് വാറണ്ടുമായാണ് ഇ ഡി സംഘം എത്തിയത്. ഒരുപക്ഷെ ചോദ്യം ചെയ്യൽ ഉണ്ടായേക്കാം. ആവശ്യമെങ്കിൽ കസ്റ്റഡി, അറസ്റ്റ്, അത്തരം സാധ്യതകളൊന്നും തള്ളുന്നില്ല. കോടതി അറസ്റ്റ് തടയാത്ത സാഹചര്യത്തിൽ കൂടുതൽ നടപടിയിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ലോക്സഭ തൊട്ടും അറസ്റ്റിലേക്കൊക്കെ ഇടി പോകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. അല്ല, കെ കവിത മുൻ മുഖ്യമന്ത്രിയുടെ മകളാണ്. അവരെ കസ്റ്റഡിയിലെടുത്തു, അറസ്റ്റ് ചെയ്തു. അല്ല, ശരിയാണ്. അവരിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ കോടതിയെ അറിയിച്ചു. അപ്പോൾ നീക്കങ്ങൾ നടക്കുന്നുണ്ട്, പ്രൊസീജിയർ ഉണ്ട്. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണെന്ന് മാത്രമല്ല, അവിടെ മനീഷ് സിസോദിയ എന്ന് പറയുന്ന ആം ആദ്മി പാർട്ടി പാർട്ടിയിലെ രണ്ടാമൻ അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി രണ്ടാമൻ എന്ന് പറയാവുന്ന അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവിന്റെ തലവൻ എന്നതിന് കൃത്യമായി പറയാവുന്ന ആൾ ഇപ്പോൾ ജയിലിലാണ്. സത്യേന്ദ്രൻ എന്ന് പറയുന്ന അവിടുത്തെ തന്നെ ഒരു മന്ത്രി ഇപ്പോൾ ജയിലിലാണ്. ആരോഗ്യമന്ത്രി ജയിലിലാണ്. മുഖ്യമന്ത്രി കൂടി ജയിലിലാവുകയാണ്. അത് അടുത്ത കാലത്ത് സമാനതകളില്ലാത്തൊരു ചരിത്രമാകും. ഒരു മന്ത്രിസഭയിലെ 2 മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ തടവിലേക്ക് പോവുക എന്നൊക്കെ പറയുന്നത് എക്സ്ട്രീം ലെവലാണ്. കാത്തിരുന്ന് കാണാം. എന്തായാലും അരവിന്ദ് കെജ്രിവാൾ ഈ രാത്രി ഉറങ്ങുക സ്വന്തം വീട്ടിലാണോ അതോ ഇ ഡി കസ്റ്റഡിയിലാണോ എന്ന് കാത്തിരുന്ന് കാണാം. പലരും ചോദിക്കുന്നുണ്ട്, കലാമണ്ഡലം സത്യഭാമ ആ വിവാദം, നമ്മൾ അതിൽ നിലപാട് എന്താണ്? രാമകൃഷ്ണന്റെ രാമകൃഷ്ണൻ അവമാനിച്ചപ്പോൾ എന്ത് പറയാനാ? ശുദ്ധമായ മര്യാദയുടെ വിവരക്കേട് എന്ന് പറയാനുള്ളൂ. അതിൽ നമുക്ക് കൂടുതൽ പറയാനുള്ളത് 8 മണിക്ക് എൻകൗണ്ടറിൽ വളരെ വിശദമായ ചർച്ചയാണ്. സത്യഭാമ അടക്കം അതിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണണം എന്ന് പറയുകയാണ്. നമ്മളപ്പോൾ ഇനി നേരെ പോകുന്നത് സംസ്ഥാനങ്ങളിലേക്ക്. നമ്മൾ ശ്രദ്ധേയമായ സംസ്ഥാനങ്ങൾ, പെക്യുലർ സംസ്ഥാനങ്ങൾ, സ്റ്റേറ്റ് സ്കാൻ. നമ്മൾ പോകുന്നത് ഒരു ചെറിയ സംസ്ഥാനമാണെങ്കിലും അവിടെ രാഷ്ട്രീയ ഡ്രാമ, പൊളിറ്റിക്കൽ ഡ്രാമയുടെ പേരിൽ കുപ്രസിദ്ധി നേടിയ ഒരു സംസ്ഥാനമാണ്. BJP ഗുജറാത്ത് പോലെ ഒരു രാഷ്ട്രീയ പരീക്ഷണം നടത്തുകയും അത് കുറെ കാലം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്ത ഒരു സംസ്ഥാനമാണ്. വേറൊന്നുമല്ല, ഗോവ. ആയാറാം ഗയാറാം പൊളിറ്റിക്സിന്റെ ഒരു പടിഞ്ഞാറൻ മോഡൽ അതായിരുന്നു ഗോവയിൽ നമ്മൾ കണ്ടത്. ആകെ 2 സീറ്റാണ്. ഒരു സീറ്റിൽ BJP വിജയപ്രതീക്ഷ, ഒരു സീറ്റിൽ കോൺഗ്രസ് വിജയപ്രതീക്ഷ. പക്ഷെ ഒന്നും പറയാൻ പറ്റത്തില്ല. ആരെന്ന് ഏതെന്നൊക്കെ ഇലക്ഷൻ കഴിഞ്ഞിട്ടൊക്കെ അറിയാം. ജയിച്ചവരെവിടെ തോറ്റവരെവിടെ എന്നൊക്കെ പറയാൻ പറ്റാത്ത സാഹചര്യം. ഗോവയിലെ കാഴ്ചകൾ. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 40 അംഗ ഗോവ നിയമസഭയിൽ 11 MLA-മാർ കോൺഗ്രസിനുണ്ടായിരുന്നു. പക്ഷേ ഇന്നതിൽ ശേഷിക്കുന്നത് 3 പേർ മാത്രമാണ്. പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളാണ് കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് പോയത്. 2019 സമാനമായ രീതിയിൽ 11 പേർ BJP പാളയത്തിലേക്ക് പോയി. അന്നും സംഘത്തെ നയിച്ചത് ഒരു പ്രതിപക്ഷ നേതാവാണ്. ഇങ്ങനെയാണ് ഗോവയിലെ രാഷ്ട്രീയം. കൂറുമാറ്റത്തിന് സംസ്ഥാനത്തിന്റെ പ്രായത്തോളം തന്നെ പഴക്കമുണ്ട്. ഗോമന്തക് പാർട്ടിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയതും കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോയതുമടക്കം എത്രയെത്ര സംഭവങ്ങൾ. ഗോവയുടെ രാഷ്ട്രീയ ബോധം മനസ്സിലായെങ്കിൽ നമുക്ക് ലോക്സഭാ ചിത്രത്തിലേക്ക് വരാം.
വടക്കൻ ഗോവ, തെക്കൻ ഗോവ, രണ്ട് മണ്ഡലങ്ങളുള്ള ഒരു കൊച്ചു സംസ്ഥാനമാണ് ഗോവ. വടക്കൻ ഗോവയിൽ BJPയുടെ കൃത്യമായ ആധിപത്യമുണ്ട്. തെക്കൻ ഗോവയിലാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. കോൺഗ്രസും പഴയ പടക്കുതിരിയായിരുന്ന മഹാരാഷ്ട്രവാദി ഗോമന്തക് പാർട്ടിയും മാറി മാറി ജയിച്ചു വന്ന മണ്ഡലമായിരുന്നു പഞ്ചിങ് ലോക്സഭാ മണ്ഡലം, അതായത് ഇപ്പോഴത്തെ വടക്കൻ ഗോവ മണ്ഡലം. 1999 ശ്രീപത് നായിക് എന്നയാൾ BJPക്കായി സീറ്റ് പിടിച്ചു. പിന്നെ ഇതുവരെ BJP സീറ്റ് വിട്ടുകൊടുത്തിട്ടില്ല ശ്രീപത് നായിക്കും. 6ാം അംഗത്തിനാണ് ശ്രീപത് നായിക് എന്ന കേന്ദ്ര സഹമന്ത്രി ഇത്തവണ ഇറങ്ങുന്നത്. തെക്കൻ ഗോവയിൽ കോൺഗ്രസിന് മേൽക്കൈയുണ്ട്, പക്ഷേ അതത്ര അരക്കിട്ടുറപ്പിക്കാനായിട്ടില്ല. കോൺഗ്രസിന് സിറ്റിംഗ് MP ഫ്രാൻസിസ്കോ സാർദിനിക്ക് മണ്ഡലത്തിൽ നല്ല വേരോട്ടമുണ്ട്. 1998 മുതൽ മത്സരിച്ച് 4 തെരഞ്ഞെടുപ്പിലും അദ്ദേഹം കോൺഗ്രസ് MP ആയി ലോക്സഭയിലേക്ക് എത്തി. സാർദിനിയുടെ അഭാവത്തിലൊക്കെ കോൺഗ്രസ് തോൽവി അറിഞ്ഞു. കോൺഗ്രസ് പ്രതീക്ഷ വെക്കുന്ന തെക്കൻ ഗോവയിൽ ആകെ 16 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. അതിൽ ഇന്ന് അവശേഷിക്കുന്നത് 2 കോൺഗ്രസ് MLA-മാർ മാത്രം. കൂറുമാറിപ്പോയ MLA-മാർക്കൊപ്പം വോട്ട് ബാങ്കും ചോർന്നെങ്കിൽ അത് കോൺഗ്രസിന് തിരിച്ചടിയാകും. ഇനി അതല്ലെങ്കിൽ പ്രതീക്ഷയും. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ED അദ്ദേഹത്തിന്റെ വസതിയിൽ ചോദ്യം ചെയ്യുന്നു എന്നാണ്. അതായത് ചോദ്യം ചെയ്യൽ, അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തുന്നു എന്ന് പറയുന്നു, അതല്ല ചോദ്യം ചെയ്യലാണ് എന്ന് പറയുന്നത്. രണ്ടും ഒരുപോലെ തന്നെ. അതിന് തുടർ നടപടി ഉണ്ടാകുമോ, അറസ്റ്റിലേക്കൊക്കെ പോകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. അതുകൊണ്ടാണ് പെട്ടെന്ന് സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. ഈ രാത്രി തന്നെ ഹർജി പരിഗണിക്കണം, അല്ലെങ്കിൽ ആവശ്യം കേൾക്കണം എന്ന് ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാൾ ആവശ്യപ്പെടുന്നു. അപ്പോൾ അറസ്റ്റ് ഭയക്കുന്നുണ്ട്, അല്ലെങ്കിൽ അറസ്റ്റ് ആന്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും ആം ആദ്മി പാർട്ടിയും ഡൽഹി സർക്കാരും. ഈ രാത്രി അതിനിർണായകമാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് അറസ്റ്റൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിലെ ട്വിസ്റ്റ് ആകാൻ പോകുന്ന, വലിയ പ്രചരണ വിഷയമാകാൻ പോകുന്ന ഒന്നാകും എന്ന് അതൊരു കേവലം ഏതെങ്കിലും മദ്യനയ അഴിമതി, അതിൽ കേവലം ഒരു അറസ്റ്റ് എന്നതിനപ്പുറം അത് വലിയ പൊളിറ്റിക്കൽ ഡയമെൻഷനുള്ള ഒരു നീക്കമാകും. അറസ്റ്റിലേക്ക് പോകുമെന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ രാത്രി ഡൽഹിക്ക് വലിയ ഡ്രമാറ്റിക് രാത്രിയാണ്. ഷാഫി കൊമ്മേരി പറയുന്നു കെജ്രിവാളിനെ തൊടാൻ EDക്ക് കഴിയില്ല, സുപ്രീം കോടതി സമ്മതിക്കില്ല എന്ന്. അത് തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രതീക്ഷ. അതാണ്. അതിന് ഉള്ള സമയം കിട്ടുമോ എന്നറിയില്ല. പക്ഷേ എന്താണ് EDയുടെ നീക്കം നമുക്ക് നോക്കാം. എന്തായാലും വളരെ ക്രൂഷ്യലാണ് ഈ രാത്രി അരവിന്ദ് കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. 2 മന്ത്രിമാർക്ക് പിന്നാലെ മുഖ്യമന്ത്രി കൂടി ജയിലിലേക്ക് പോകുമോ എന്നുള്ള ചോദ്യം വല്ലാത്ത ഗൗരവമുള്ള, ആരോഗ്യമന്ത്രിയും ഒക്കെ ജയിലിലാകുന്ന സാഹചര്യം. 2 മന്ത്രിമാർക്ക് പിന്നാലെ മുഖ്യമന്ത്രി കൂടി ജയിലിലേക്കാണോ എന്നുള്ള ചോദ്യം അതിഗൗരവതരമായ ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരം ഈ രാത്രി ഉണ്ടോ എന്ന് കാത്തിരുന്ന് എന്തായാലും കാണാം. എന്തായാലും ഇനി സൈക്കിൾ യജ്ഞ വേദിയിലേക്ക് പോകുന്നു. സൈക്കിൾ യജ്ഞം അപ്പൊ തിളച്ച് മറിയുന്ന പാലക്കാടൻ ചൂടിനെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ സൈക്കിൾ യജ്ഞക്കാരെന്ന് പാലക്കാട്ടായിരുന്നു. പാലക്കാട്ടൂടെ ചവിട്ടി അവർ അട്ടപ്പാടി ഊരിലേക്ക് എത്തി. അട്ടപ്പാടി ഊരിൽ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അട്ടപ്പാടി ഊരിന്റെ ജീവിതങ്ങളൊക്കെ മനസ്സിലാക്കി. പാലക്കാടൻ ജീവിതങ്ങളെ അടുത്തറിഞ്ഞു സൈക്കിൾ യജ്ഞക്കാർ. അടുത്തറിഞ്ഞ കാര്യങ്ങൾ ദാ നമ്മളോട് പറയുകയാണ് നമ്മുടെ സൈക്കിൾ യജ്ഞക്കാർ. പാലക്കാട് അട്ടപ്പാടിയിലെ അഗളിക്ക് അടുത്തുള്ള താഴെ സാമ്പാർകോട് ഊര്, അവിടെയാണ് ഞങ്ങളിവിടെ ഉള്ളത്. ഇങ്ങോട്ടുള്ള വരവ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയും നല്ല ഭംഗിയുള്ള സ്ഥലം എന്നൊക്കെ നമുക്ക് പറയാം, ഇവിടെ നല്ലൊരു ചോലയൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങോട്ടുള്ള വരവ് വലിയ കഷ്ടമാണ്. ഒരു മുള കൊണ്ടുള്ളൊരു പാലം മാത്രമാണ് ഈ ഊരിനെ പുറം ലോകമായിട്ട് ബന്ധിപ്പിക്കുന്നത്. നമ്മൾ ഈ തൽക്കാലം കഷ്ടപ്പെട്ട് വരുമ്പോൾ തന്നെ നമുക്കറിയാലോ ഇവരുടെ ഒരു ജീവിതം. ഈ ജീവിതത്തെക്കുറിച്ചാണ് നമുക്കിനി കാണാൻ പോകുന്നത്, അവരുടെ വിശേഷങ്ങളും. ரங்கம்மா திலேலேலேலேலேலோ புள்ளே ரங்கம்மா திலேலேலேலேலேலோ புள்ளே ரங்கம்மா திலேலேலேலேலேலோ புள்ளே ரங்கம்மா ஏலமர தோப்புக்குள்ளே புள்ளே ரங்கம்மா மாலு கட்டி ஆடலாமா புள்ளே ரங்கம்மா ஆலமர தோப்புக்குள்ளே புள்ளே ரங்கம்மா மாலு கட்டி ஆடலாமா
തില്ലേലേലേലേലേലോ പിള്ളേരങ്കമ്മ തില്ലേലേലേലേലേലോ പിള്ളേരങ്കമ്മ തില്ലേലേലേലേലേലോ പിള്ളേരങ്കമ്മ തില്ലേലേലേലേലേലോ പിള്ളേരങ്കമ്മ. അക്ക ഇങ്ങ എന്താണ് ഇവിടുത്തെ ശരിക്കുള്ള പ്രശ്നം? ശരിക്കുള്ള പ്രശ്നം വെള്ളത്തിന്റെ പാലത്തിന്റെ. എത്ര വർഷമായി പ്രശ്നം തുടങ്ങി? ഇത് കുറെ കാലായി. ഈ വീട് കെട്ടുമ്പോൾ ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. അഗാഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അപ്പം ഇനിയിപ്പോ നിങ്ങളുടെ തീരുമാനം എന്താണ്? ഈ തെരഞ്ഞെടുപ്പ് വരെയാണ്, വോട്ട് ചെയ്യുവോ? വോട്ട് ചെയ്യില്ല. ഏറ്റവും രസം എന്ന് വെച്ചാൽ ഇവരൊക്കെ കണ്ട് നമ്മൾ പഠിക്കണം. ഇവർക്ക് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ആഹ്ലാദിച്ച് ആട്ടവും പാട്ടും ഒക്കെ ആയിട്ട് തന്നെ സന്തോഷമായിട്ടാണ് ഇവർ പോണല്ലേ. മാത്രമല്ല ഈ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമാണ് പലപ്പോഴും ഇവിടേക്കാണ് അധികാരികൾ എത്തുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ, അതൊന്നും സത്യം പറഞ്ഞാൽ പുറത്തുള്ളവർക്ക് അറിയില്ല. പക്ഷേ അത് അധികാരികൾക്ക് കൃത്യമായിട്ട് അറിയാം. ഇനിയെങ്കിലും ഒരു ഇടപെടൽ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് കുടിവെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർക്ക് ഉടൻ തന്നെ എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അട്ടപ്പാടി നമ്മൾ ആ കവല വരെ ഒന്ന് പോയിട്ട് വരാം. കവല പ്രസംഗം. ഇന്നത്തെ കവലപ്രസംഗത്തിൽ പത്മജ വേണുഗോപാലാണ് കത്തിക്കയറുന്നത്. കേൾക്കാം, കാണാം. കോൺഗ്രസ് പാർട്ടിയിൽ ഇരുന്നപ്പോൾ ഞാൻ കണ്ടത് മുഴുവൻ വാർദ്ധക്യം പിടിച്ച യൂത്ത് കോൺഗ്രസ്സുകാരെയാണ്. ഇനി വരാൻ കേട്ടാ, ഇനി വന്നുകൊണ്ടിരിക്കും. പക്ഷെ അത് നിർത്താൻ വേണ്ടിയിട്ട് ഇപ്പം ഓരോ ചാനലുകൾ UDF 17, LDF 3, അതായത് BJP ഒന്നുമില്ല, ഇനി അവിടെ പോയിട്ട് കാര്യമില്ല എന്ന് പറയാനാണ്. ഇതൊന്നും വിശ്വസിക്കണ്ട. കാരണം കഴിഞ്ഞ 3 കൊല്ലം കൊണ്ട് വളരെയധികം സംഭവഗതികൾ മാറിയിട്ടുണ്ട്. ഞാൻ ഈ വന്നിട്ടുള്ളത് കോൺഗ്രസ് പാർട്ടിയിൽ വളരെയധികം സങ്കടങ്ങളും സ്വാതന്ത്ര്യമില്ലായ്മയും അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. എൻ്റെ പിന്നാലെ പണ്ട് പറഞ്ഞ മാതിരി എൻ്റെ പിന്നാലെ വരുവിൻ, നിങ്ങളെ ഞാൻ രക്ഷിക്കാമെന്ന് പറഞ്ഞ് നിങ്ങൾ പിന്നാലെ വരുവിൻ, മോദി നിങ്ങളെ കൈവച്ചത്. പടിയായിട്ട് തീർച്ചയായിട്ടും ഈ കേരളം NDA ഭരിക്കുന്ന ഒരു കാലം വരും. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ആൾക്കാർക്ക് ഇഷ്ടം. അല്ലാതെ ഈ പറഞ്ഞ മാതിരി എന്താ പറയുക, എല്ലാവരും ഇപ്പോൾ ഇനിയിപ്പോൾ 17 കൂടി കേട്ടവർക്ക് ആരും നിലനിൽക്കില്ല. വന്ദേ ഭാരത് NDA ഗവൺമെൻറ് മാതിരിയാണ്. നല്ല എല്ലാ സൗകര്യങ്ങൾ, സമയത്തിനെത്താം, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ കോൺഗ്രസ് പാർട്ടി ഇപ്പോഴും നിൽക്കുന്ന 5ാമത്തെ 6ാമത്തെ കൽക്കരി വണ്ടിയിലാണ്. കാരണം അത് ഓടുമില്ല, ഉള്ളവരെ മുഴുവൻ ഇറങ്ങിപ്പോവുക, ആരും കയറുന്നുമില്ല. കുറച്ച് നാളുകളായി മോദിജിയുടെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല, അതിൽ ഞാൻ കണ്ടത് എൻ്റെ പിതാവിനെ തന്നെയാണ്. കാരണം എന്തും ചെയ്യാനുള്ള ധൈര്യം, ജനങ്ങൾക്ക് ഉപകാരമാണോ, പിന്നെ വേറെ നോട്ടമൊന്നുമില്ല. അങ്ങനെ ഒരു മനുഷ്യനെ തീർച്ചയായിട്ടും നമുക്ക് എല്ലാ പെൺമക്കൾക്കും അച്ഛന്മാരോടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. അപ്പം നമ്മുടെ അച്ഛൻ്റെ ഒരു ഇത് ആരിൽ കാണണോ അവരോട് നമുക്കൊരു സ്നേഹം തോന്നും. അദ്ദേഹത്തിനോടും എൻ്റെ സഹോദരനോടും എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് അവരുടെ അച്ഛനും അമ്മയുടെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ലല്ലോ, എൻ്റെ അച്ഛനും അമ്മേനെയും പറ്റി പറഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും. കാരണം വല്ലാണ്ട് വേദനിച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. അദ്ദേഹമാണ് ഇവിടെ നാട്ടുകാരെ നന്നാക്കാൻ വന്നിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്നറിയോ? ഷാഫിയുള്ള ഇഷ്ടം കൊണ്ടൊന്നുമില്ല. ഷാഫീനെ വെട്ടാൻ വേണ്ടി കോൺഗ്രസ് ഷാഫീനോടെ കൊണ്ടിട്ടു. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ആരെങ്കിലും ഒതുക്കണം, അപ്പം പാർലമെന്റിൽ അർത്തും, അതോടെ ഇവിടുന്ന് പോയി കിട്ടില്ല. അപ്പോൾ ദ ഗ്രേറ്റ് ഡൽഹി ഡാം ഈ രാത്രി പുരോഗമിക്കുന്ന തലസ്ഥാന നഗരിൽ എന്തും പ്രതീക്ഷ. അവിടെ അന്ന് കേരളത്തിന്റെ ഡൽഹിയിലെ സമരവേദിയിൽ അരവിന്ദ് കെജ്രിവാൾ പ്രസംഗിച്ച് പൂർത്തിയാക്കുന്നത് ഇങ്ങനെയാണ്: കാലചക്രം ഉരുളും, അന്ന് നിങ്ങൾ അധികാരത്തിൽ നിറങ്ങും, നിങ്ങൾ പ്രതിപക്ഷത്തേക്ക് വരും, അന്ന് ഈ നിയമങ്ങൾ ഇവിടെ ഉണ്ടാകും, അന്ന് കാണാം എന്നൊരു വെല്ലുവിളി കെജ്രിവാൾ നടത്തിയതാണ്. എന്തായാലും അത് വെല്ലുവിളിയാണ്. കാത്തിരുന്ന് കാണാം ഡൽഹി ഈ രാത്രി, അല്ലെ വിജയകുമാർ? അതെ, ഉറപ്പായും വളരെ നാടകീയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് ഡൽഹി സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ഒരു രാത്രിയാണോ ഈ വരുന്നത് എന്ന് സംശയിക്കുന്നു. അതോ ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി സമൻസ് കൈപ്പറ്റി അദ്ദേഹം അല്ലെങ്കിൽ ED സംഘം അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് പോകുമോ? എന്തായാലും കാത്തിരിക്കാം നമുക്ക്.